എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന 8ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലെ ആൻസർ കീയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായി എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, രണ്ടു മത്സ്യങ്ങൾ എന്ന പാഠഭാഗത്തിൽ നിന്നാണ്. ഇവിടെ ഒരു വാക്യം തന്നിട്ടുണ്ട്. തവളയുടെ ഈ വാക്കുകളിൽ തെളിയുന്നത് എന്താ എന്നാണ് ചോദ്യം. ഉത്തരം പ്രതീക്ഷ. അടുത്ത ചോദ്യം, തേൻകനി എന്ന പാഠഭാഗത്തിൽ നിന്നാണ്. സന്ദർഭത്തിൽ കുട്ടികളുടെ മനോഭാവത്തിന് യോജിക്കുന്ന പഴഞ്ചൊല്ല് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം കൈ നനയാതെ മീൻ പിടിക്കുക എന്നതാണ്. അടുത്ത ചോദ്യം, ആകാശ കാഴ്ചകൾ എന്ന പദത്തിൻ്റെ വിഗ്രഹാർത്ഥം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ആകാശത്തിലെ കാഴ്ചകൾ. അടുത്ത ചോദ്യം, ആ വാഴവെട്ട് എന്ന പാഠഭാഗത്തിൽ നിന്നുള്ളതാണ്. ഇവിടെ അയാളുടെ കിടക്കപ്പായയിൽ അന്ന് വെയിലു കയറി എന്നതാണ്. വാക്യത്തിൻ്റെ ആശയവുമായി ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം മർക്കോസ് ചേട്ടൻ ഉണരാൻ വളരെ വൈകി എന്നതാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതെന്നാണ് ചോദ്യം. ഉത്തരം ധ്രുവചരിതം കുഞ്ചൻ നമ്പ്യാർ. അടുത്തത് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ധ്രുവചരിതം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. വരികളിൽ തെളിയുന്ന മനുഷ്യജീവിതത്തിൻ്റെ 2 സവിശേഷതകൾ എഴുതാനാണ് ചോദ്യം. ഉത്തരം നിസ്സാരമായ മനുഷ്യജീവിതം, ക്ഷണികമായ ജീവിതത്തിന് വലിയ ത്യാഗം ചെയ്യുന്ന മനുഷ്യർ. അടുത്തത്, അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കി എഴുതാനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതീവ തേജസ്വിയായ ബുദ്ധൻ ഉദയസൂര്യനെ പോലെ വരുന്നത് കണ്ടു. വഴിമാറാൻ പോലും ആകാതെ ഞാൻ അസ്തപ്രജ്ഞനായി. അടുത്തത്, ആ വാഴവെട്ട് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ജീവിതത്തിൻ്റെ രക്തധമനികളായ ആ ചെടികൾ എന്ന പ്രയോഗം നൽകുന്ന 2 അർത്ഥസൂചനകൾ എഴുതാനാണ് ചോദ്യം. ഉത്തരം നോക്കാം. വിയർപ്പൊഴുക്കി കൃഷി ചെയ്ത വാഴയാണ് അത്. തൻ്റെ മക്കളെ പോലെ കരുതിയാണ് അദ്ദേഹം വാഴകളെ പരിചരിക്കുന്നത്. അടുത്തത് 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഉത്തരത്തിൽ നിങ്ങൾ എഴുതിയിരിക്കേണ്ട കുറച്ച് പോയിന്റുകളാണ് പറയുന്നത്. പുതുവർഷം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ആദ്യമായി വരുന്നത്. പുതുവർഷം എന്ന കവിതയിൽ അമ്മയും കവയത്രിയും തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. അതിൽ തുമ്പപ്പൂവിനെ പോലെ വിശുദ്ധിയുള്ളവളാണ് അമ്മ. അമ്മയുടെ പവിത്രത, കവയത്രിയെ സ്വാധീനിച്ച വ്യക്തിത്വം, കവയത്രിയുടെ ഹൃദയത്തിനകത്ത് ഐശ്വര്യമായി അമ്മ വന്നനുഭവിക്കുന്നു. അടുത്തത്, എണ്ണ നിറച്ച കരണ്ടി എന്ന പാഠഭാഗത്തിലെയാണ്. ജ്ഞാനി നൽകുന്ന ഉപദേശത്തിൻ്റെ പൊരുൾ കണ്ടെത്തി എഴുതാനാണ് ചോദ്യം. ജീവിതാസ്വാദനങ്ങൾക്കിടയിലും ലക്ഷ്യബോധം മറക്കരുത്. ലൗകിക ജീവിതത്തിൻ്റെ സൗന്ദര്യങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം ഉത്തരവാദിത്വ ബോധം ഉണ്ടാവുകയും വേണമെന്നാണ് ജ്ഞാനി നൽകുന്ന ഉപദേശത്തിൻ്റെ പൊരുൾ. അടുത്ത ചോദ്യം, തേൻകനി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ഇത്തരത്തിൽ കൂട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിച്ച അനുഭവം നിങ്ങൾക്കും ഉണ്ടാകുമല്ലോ. അവ ഉൾപ്പെടുത്തി അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇവിടെ നിങ്ങളുടെ അനുഭവക്കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. അനുഭവക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നല്ലൊരു ഹെഡിങ്ങും അതോടൊപ്പം തന്നെ വ്യക്തമായ ഒരു ഭാഷയും ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. അടുത്തത്, കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന പാഠഭാഗത്തിലെ വരിയും തേൻകനി എന്ന പാഠഭാഗത്തിലെ വരിയും തമ്മിൽ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. ഉത്തരത്തിലെ പോയിന്റുകൾ പറയാം. പണം സമ്പാദിക്കാനുള്ള എളുപ്പവഴി തിരയുന്ന ആധുനിക മനുഷ്യൻ, എങ്ങനെയെങ്കിലും പണം നേടണമെന്ന ചിന്ത, സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്നതിന് സമമാകില്ല മറ്റൊന്നും, കഷ്ടപ്പെട്ടു നേടുന്നതിന് കൂടുതൽ മധുരമുണ്ടാകുമെന്ന ആശയം. ഇതാണ് ഈ ഉത്തരത്തിൽ വേണ്ട പ്രധാന പോയിന്റുകൾ. അടുത്തത്, 2 മത്സ്യങ്ങൾ എന്ന പാഠഭാഗത്തിലെ ചില വരികളിലൂടെ നൽകിയിട്ടുണ്ട്. കിളിമകളുടെ വാക്കുകളിൽ നിന്ന് പ്രകൃതിയിൽ മനുഷ്യർ നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ച് ലഭിക്കുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം എന്നാണ് ചോദ്യം. അത് നാം സാധാരണ സമൂഹത്തിൽ കാണാവുന്ന കാര്യങ്ങൾ കൂടി ചേർത്താണ് ഇതിൻ്റെ ഉത്തരം തയ്യാറാക്കേണ്ടത്. രാസമാലിന്യങ്ങൾ വലിച്ചെറിയുന്ന മനുഷ്യർ, ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കുന്ന മനുഷ്യൻ്റെ ക്രൂരത, കണ്ണിൽ ചോരയില്ലാതെ കാടും തോടും ജീവജാലങ്ങളെയും കൊന്നൊടുക്കുന്ന മനുഷ്യൻ്റെ പ്രവർത്തികൾ, സ്വന്തം നിലനിൽപ്പിനെക്കുറിച്ച് മനുഷ്യർ ചിന്തിക്കുന്നില്ല. കൂടാതെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന മനുഷ്യൻ്റെ കടന്നുകയറുന്ന കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയാണ് ഇതിന് ഉത്തരം തയ്യാറാക്കേണ്ടത്. അടുത്തത്, തേൻകനി എന്ന പാഠഭാഗത്തിലെ വനഗായകൻ്റെ ഒരു സംഭാഷണം ഇവിടെ നൽകുന്നു. വനഗായകൻ്റെ വാക്കുകൾ വിശകലനം ചെയ്ത് സമകാലിക പ്രസക്തി കണ്ടെത്തി എഴുതാനാണ് ചോദ്യം. ഇവിടെ അഴുക്കിലൂടെ നീന്തിക്കയറണം, അത് പുരളാതെ സൂക്ഷിക്കണമെന്നാണ് വനഗായകൻ പറയുന്നത്.
അതുമായി ബന്ധപ്പെട്ടത് കഷ്ടപ്പെടാനും ത്യാഗം സഹിക്കാനും മടി കാണിക്കുന്ന സമൂഹം, മെയ്യനങ്ങാതെ കാര്യം സാധിക്കാനാണ് ഇന്നത്തെ ആളുകൾക്കിഷ്ടം, കുറുക്കുവഴികളും എളുപ്പവഴികളും മാത്രം അന്വേഷിക്കുന്നവർ, അഴുക്കിലൂടെ നീന്തിക്കയറി അഴുക്ക് പുരളാതെ സൂക്ഷിക്കുകയാണ് വേണ്ടത്. ഇവിടെ മനുഷ്യർ മടിയന്മാരായി മാറുന്ന കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ അഴുക്കിലൂടെ തന്നെ പ്രവർത്തിച്ച് നമ്മൾ മുന്നേറണം. പക്ഷേ എന്നാൽ അതിലുള്ള അഴുക്കുകൾ നമ്മുടെ ദേഹത്ത് പുരളരുത്, അതായത് ബുദ്ധിമുട്ടുകൾ എന്നും നമ്മുടെ കൂടെ ഉണ്ടാകരുത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തത് 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 2 മത്സ്യങ്ങൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. തന്നിട്ടുള്ള സൂചനകളും കഥാസന്ദർഭങ്ങളും പരിഗണിച്ച് വേണം ഭൂമിക്ക് ഒരു കരുതൽ എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കാനാണ്. മുഖപ്രസംഗം തയ്യാറാക്കുമ്പോൾ ഇവിടെ വിഷയമായി തന്നിട്ടുള്ള വേണം ഭൂമിക്ക് ഒരു കരുതൽ എന്ന വിഷയം തന്നെ നൽകാവുന്നതാണ്. ശേഷം തലതിരിഞ്ഞ വികസന നയങ്ങൾ, ഭൂമിക്കും ആവാസ വ്യവസ്ഥയ്ക്കും കോട്ടം സൃഷ്ടിക്കുന്നു, സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായത്താൽ വളരെ വേഗത്തിൽ തകർക്കപ്പെടുന്ന ഭൂമി, വംശനാശം സംഭവിക്കുന്ന ജീവികൾ, മനുഷ്യൻ മാത്രം അവശേഷിക്കുന്ന വികസന സങ്കല്പങ്ങൾ, സംരക്ഷണത്തിന് വേണ്ടി വലിയ ശ്രമങ്ങൾ അനിവാര്യമാണ്. ഇവിടെ ഭൂമിക്ക് നേരെയുള്ള മനുഷ്യൻ്റെ കടന്നു കയറലാണ് പറയുന്നത്. അതുമായി നമ്മുടെ പ്രതികരണം കൂടി ചേർത്താണ് മുഖപ്രസംഗം തയ്യാറാക്കേണ്ടത്. അടുത്ത ചോദ്യം, തേൻകനി എന്ന പാഠഭാഗത്തിലെ കുറച്ച് വരികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. തന്നിട്ടുള്ള സൂചനകളും പാഠസന്ദർഭങ്ങളും പരിഗണിച്ച് വനഗായകൻ എന്ന കഥാപാത്രത്തിൻ്റെ നിരൂപണം തയ്യാറാക്കാനാണ് ചോദ്യം. നമുക്കറിയാം, തേൻകനി എന്ന പാഠഭാഗത്തിലെ പ്രധാന കഥാപാത്രമാണ് വനഗായകൻ. കാടിൻ്റെ സംരക്ഷകനാണ്. കുട്ടികളുടെ തോഴനായി മാറുന്നു. കുട്ടികൾക്ക് കളിയിലൂടെ അധ്വാനത്തിൻ്റെ മഹത്വം പഠിപ്പിക്കുന്നു. ഭദ്രനെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ പഠിപ്പിക്കുന്നു. കൂടാതെ മാമ്പഴം എപ്പോഴാണ് തേൻകനിയായി മാറുന്നതെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. കൂടാതെ നാം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി ചേർത്താണ് വനഗായകൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത്. കഥാപാത്ര നിരൂപണത്തിൽ വനഗായകൻ എന്ന് തന്നെ നമുക്ക് ശീർഷകമായി നൽകാവുന്നതാണ്. അടുത്ത ചോദ്യം, കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന പാഠഭാഗത്തിലെ വരികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. തന്നിട്ടുള്ള സൂചനകളും കാവ്യഭാഗവും വിശകലനം ചെയ്ത് കുഞ്ചൻ നമ്പ്യാരുടെ സാമൂഹിക വിമർശനം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുകയാണ് വേണ്ടത്. ഇവിടെ തന്നിട്ടുള്ള വരികളുടെ കാര്യങ്ങളും കൂടാതെ കുഞ്ചൻ നമ്പ്യാർ നടത്തുന്ന സാമൂഹിക വിമർശനത്തിലെ പറ്റിയുമാണ് ഇവിടെ എഴുതേണ്ടത്. കുഞ്ചൻ നമ്പ്യാരുടെ സാമൂഹിക വിമർശനം പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത സമൂഹത്തെ തുറന്നു കാണിക്കുന്നു. എല്ലാ തലങ്ങളിലും വന്ന സാമൂഹിക ജീർണതകളെ വിമർശനാത്മകമായി അവതരിപ്പിക്കുന്നു. എത്ര പണം കിട്ടിയാലും സംതൃപ്തരല്ലാത്ത സമൂഹമാണ് ഇന്നുള്ളത്. കൂടാതെ ആദരവും ബഹുമതിയും ലഭിക്കുന്നവർ പണം കൂടി ആഗ്രഹിക്കുന്നു. പണത്തിനു വേണ്ടി ഉറ്റവരെ പോലും ചതിക്കാനും കൊല്ലാനും മടി കാണിക്കാത്തവരായി ഇന്നത്തെ സമൂഹം മാറുന്നു. ഇതിനെതിരെയെല്ലാമാണ് കുഞ്ചൻ നമ്പ്യാരുടെ ഈ സാമൂഹിക വിമർശനം ഉണ്ടാകുന്നത്. നിങ്ങളുടെ പരീക്ഷയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.